ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഷങ്ങളോളം ഓടിത്തുരുമ്പിച്ച KSRTCയുടെ ഡബിൾ ഡക്കർ ബസ് 35 ലക്ഷം രൂപ മുടക്കി കുറെ ലൈറ്റും ഗ്ലാസും വെച്ച് മൂന്നാറിന്റെ നിരത്തുകൾ ഇറക്കിയിരുന്നു. അതിലെ ലൈറ്റ് വെച്ചതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഗതാഗത മന്ത്രിയുടെ മറുപടി കേട്ടാലോ. വണ്ടി രാവിലെ 9, 6, 8 മണിയോട് 7-8 മണിയോടെ ഓടിച്ചു വന്നു. 6 മണിയോടെ വണ്ടി രാത്രി ഓടിക്കുന്നില്ല. റൂട്ടിലോടുന്ന വണ്ടിയും അല്ല. അത് ഹൈക്കോടതി ബോധ്യപ്പെടുത്തും കേട്ടോ. അതാണ്, രാത്രിയിൽ വാഹനം ഓടുന്നില്ലല്ലോ, പിന്നെ ലൈറ്റ് അത് പകലിടുന്നില്ലല്ലോ. എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകളിൽ വെക്കുന്ന ലൈറ്റ്സ് രാത്രിയിൽ ഇടില്ല എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താകും പ്രശ്നം? KL 15-9050 നേരത്തെ പറഞ്ഞ ഡബിൾ ഡക്കർ ബസിന്റെ രജിസ്ട്രേഷൻ ആണ്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 2011 നിരത്തിലിറങ്ങിയ വാഹനമാണിത്. 2 വർഷം കഴിഞ്ഞാൽ പൊളിച്ചു കളയേണ്ട വാഹനം. അതിനാണ് സർക്കാർ 35 ലക്ഷം രൂപ മുടക്കിയത്. മാത്രമല്ല 2021 ഇൻഷുറൻസ് തീർന്ന് പിന്നീട് ഇതുവരെ എടുത്തിട്ടുമില്ല. കറങ്ങുന്ന കസേരയും ലിഫ്റ്റും വെച്ച് കേരളത്തിലെ മന്ത്രിമാർക്ക് കേരളം ചുറ്റി കാണാൻ ഇറക്കിയ നവകേരള ബസ് പഴയ 0 വാൾട്ട് ബൾബ് പോലെ കെടും കത്തും എന്നതുപോലെ കേറ്റും ഇറക്കും. ഇത് തന്നെ പരിപാടി. എന്താല്ലേ? തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യണം നമ്മൾ. എന്നാലല്ലേ അവർക്ക് കള്ളക്കേസ് കൊടുത്ത് നമ്മളെ പിടിച്ച് അകത്തിടാൻ കഴിയുള്ളൂ. ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ്. മനസ്സിലാകാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇതെന്താണ് 2023 ഡിസംബർ മാസത്തിൽ നടന്ന ഒരു സംഭവമാണ്. ബസ്സിൽ നിറയെ സ്പീക്കേഴ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, കുറെ സ്റ്റാർസ് ഉണ്ട്. KSRTCയുടെ ഒരു റോഡ് ഷോ തന്നെയാണ്. കേരളത്തിലെ നിയമം അനുസരിച്ച് ഈ പ്രവൃത്തിയും തെറ്റാണല്ലേ? എന്നാൽ അതിനെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ഈ ബസ്സിന് മുന്നിലിരിക്കുന്നത്. ബസ്സിൽ ആരുമില്ല എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമാണ്. എന്നാൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഏതോ ഒരു ആശുപത്രിയിൽ നിന്നും രോഗികളെയും കൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് പോയ KSRTC ബസ് തടഞ്ഞ ടൂറിസ്റ്റ് ബസ് ഓണറിനെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു. സർക്കാർ വാഹനങ്ങൾക്ക് ഒരു നിയമവും പാവങ്ങളുടെ വാഹനങ്ങൾക്ക് മറ്റൊരു നിയമവും കൊണ്ടുവരികയാണോ നമ്മുടെ കേരള സർക്കാർ? ടൂറിസ്റ്റ് ബസ്സുകളിൽ വെച്ചിരിക്കുന്ന ഒരു ലൈറ്റിന് 5000 രൂപ വെച്ച് ഫൈൻ വാങ്ങണമെന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്ത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി പാലത്തിൽ ലൈറ്റ് ഇട്ടേക്കുന്നത് കണ്ടോ? ഈ ലൈറ്റ് അപകടത്തിന് കാരണമാകില്ലേ? കാൽനട യാത്രക്കാർക്ക് സഹായമാകുന്ന ലൈറ്റ് ഇതുപോലെയാണെന്ന് അവർക്ക് അറിയാത്തതാകും അല്ലേ? പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളിലെ കളറും ലൈറ്റും അപകടത്തിന് കാരണമാകുമെങ്കിൽ റോഡ് സൈഡിലെ പാർട്ടി പോസ്റ്ററുകൾ, സിനിമാ പോസ്റ്ററുകൾ, പരസ്യങ്ങൾ ഇതൊക്കെയല്ലേ ആദ്യം ഒഴിവാക്കേണ്ടത്? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? വെള്ള പെയിന്റും നടുക്കൂടെ നീല വരയും വരച്ചാൽ അപകടം കുറയുമെങ്കിൽ ആദ്യം അത് ചെയ്യേണ്ടത് KSRTC ബസ്സുകളിലാണ്. ഒതുങ്ങി പോകുന്നവരെ ഓടിച്ചിട്ടിടിക്കുന്നതും മതിലുകളും വീടുകളും പൊളിക്കുന്നതും തൂണുകൾക്കിടയിൽ കുടുങ്ങുന്നതും മൂകാംബിക്കൊക്കെ പോകേണ്ടവരെ കൊണ്ട് ഗോവയിലേക്ക് പോകുന്നതും എല്ലാം KSRTCയിലെ ആളുകളെ കൊണ്ടേ കഴിയും. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് ഇതേ KSRTC ബസ് തന്നെയാണ്. ഒരു അപകടമുണ്ടായാൽ സഹായിക്കാൻ വരുന്നവരെ ശല്യം ചെയ്യാനും ജനങ്ങളിൽ ഭീതി വരുത്താനും ക്യാമറയും കോലും പിടിച്ച് വേറെ കുറെ ആളുകളുമുണ്ട്. നാട്ടുകാരോടും വീട്ടിലിരിക്കുന്നവരോടും എന്തിന് തൊട്ടുമുന്നിലിരിക്കുന്ന വാഹനത്തിന് വാ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിലും കോലും നീട്ടി നിൽക്കുന്ന കുറെ മാപ്രകൾ. ഇല്ലാത്ത കാര്യങ്ങൾ വലുതാക്കി പറഞ്ഞ് മറ്റുള്ള ജനങ്ങളുടെ മനസ്സിൽ ഭീതി വളർത്തുന്ന ചില മനുഷ്യർ. ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന കുറച്ച് അപകടങ്ങൾ കാരണം വീണ്ടും അന്നം വാങ്ങാൻ ഓടുന്നവന്റെ വയറ്റത്തടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മന്ത്രിയും MVD സാറുമാരും എല്ലാവരും കൂടി. അല്ല സർ, ടൂർ പോകുന്നത് എൻജോയ് ചെയ്യാനാണ്. പാട്ടും ലൈറ്റും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ടൂറാണ് സർ? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം സാർ, ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വണ്ടി വൃത്തിയാക്കി ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഓരോ ചെറിയ കംപ്ലൈന്റ്സ് പോലും അപ്പം കൊണ്ടുപോയി റെഡിയാക്കി ഓടുന്ന പ്രസ്ഥാനമാണിത്. അല്ലാതെ 50 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനത്തിൽ 60-70 ആളുകളെ കുത്തി നിറച്ച് ടൈൽസ് പോലത്തെ ടയറും കരിയും പുകയുമായി ഊരി വരുന്ന ഗിയറും മദ്യപിച്ച് ലെക്കുകെട്ട ഡ്രൈവറുമായി മരണപ്പാച്ചിൽ നടത്തുന്ന KSRTC പോലൊരു പ്രസ്ഥാനമല്ല ഇത്. നിയമം പറഞ്ഞ് പാവങ്ങളെ പിഴിയുമ്പോൾ സ്വന്തം വാഹനത്തിന്റെ അവസ്ഥയും അതുകൊണ്ട് നടക്കുന്നവരുടെ പെരുമാറ്റവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലൊരു സ്പീക്കർ ടൂറിസ്റ്റ് ബസിന്റെ ഫ്രണ്ടിൽ കണ്ടാൽ അപ്പോൾ ഓടിച്ചിട്ട് പെറ്റിയടിക്കും. ഇവർക്കൊക്കെ അത് എന്തും ആവാലോ. ഇതൊക്കെ മാറുമായിരിക്കും. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വെറുതെ പ്രതീക്ഷിക്കാം. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.